മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവം അതിനേക്കാൾ സ്പെഷ്യൽ ആയിട്ടുള്ളത് തരുമെന്ന്. അപ്പൊ ഇനി എന്ത് വേണമെന്നാ പറഞ്ഞേ? സ്കൂൾ പിക്നിക്കിന് പോണമെന്ന് വിചാരിച്ചതാ, പക്ഷെ കഴിഞ്ഞില്ല. അതിന് പകരമായി നിനക്കെന്താ സ്പെഷ്യലായി കിട്ടിയേ? നിന്നെ. നിന്നെ എനിക്ക് കിട്ടിയത് തന്നെയാ സ്പെഷ്യൽ. അപ്പോ സ്കൂൾ പിക്നിക്കിനേക്കാൾ നിനക്ക് എന്റെ കൂടെ ഇരിക്കുന്ന ഇഷ്ടം? നിന്റെ കൂടെ ഉപ്പുമാവ് ഉണ്ടാക്കി, കിച്ചൺ ക്ലീൻ ചെയ്തു, മേക്കപ്പ് ചെയ്തു, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഡ്രോയിങ് ചെയ്തു. അത് കഴിഞ്ഞ് നീ ഒരു സ്റ്റോറി പറഞ്ഞു തന്നു. എനിക്ക് ഒട്ടും ബോറടിച്ചില്ല. എനിക്ക് നിന്റെ കൂടെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടാ. നീ വളരെ നല്ലവനാ, ദൈവത്തെ പോലെ. അങ്ങനെയൊന്നും പറയല്ലേ മോളെ. ഞാൻ എന്ത് ചോദിച്ചാലും ഇല്ലെന്ന് പറയില്ല. ഞാൻ എപ്പോ വിളിച്ചാലും നീ വരും. എല്ലാരേക്കാൾ നീയാ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പൊ പിന്നെ നീയും ദൈവത്തെ പോലെയല്ലേ? എല്ലാത്തിലും നല്ലത് മാത്രം കാണുന്ന എന്റെ ചക്കരയുടെ മനസ്സിലാ ദൈവം ഉള്ളത്. അതുകൊണ്ടാ ദൈവ സാന്നിധ്യം എപ്പോഴും ഉള്ളത്. ഇത്ര നേരം ഉറങ്ങി ഒന്ന് വിളിച്ചുവിടായിരുന്നോ? I'll call the ambulance, okay? റാം വേണ്ട. റാം വേണ്ട. No, I will call the ambulance. ഹലോ, എമർജൻസി. ഞാൻ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടൊരു അഡ്രസ് അയക്കാം. പെട്ടെന്നൊരു ആംബുലൻസ് അയക്കാമോ? റാം, ഞാൻ പറയുന്നൊന്ന് കേക്ക്. താങ്ക് യു. വേണ്ട, പറയുന്നത് കേൾക്ക് റാം. എപ്പോഴെങ്കിലും അവനങ്ങോട്ട് കയറി വരുമല്ലോ. വിളിച്ചു നിർത്തി എന്താ കാര്യം എന്ന് ചോദിക്കണം. നമ്മളിവിടെ എത്ര ടെൻഷൻ അടിച്ച് നിൽക്കുന്നതെന്ന് അവൻ ചിന്തിക്കുന്നുണ്ടോ? ആ അശോകോടെ പോയി കിടക്കുക. അവനൊന്ന് ഫോൺ ചെയ്തൂടെ? അച്ഛൻ എന്തിനിങ്ങനെ ഓരോന്ന് ആലോചിച്ച് കൂട്ടുന്നത്? അവനിവിടെ. ഹലോ, ആരാ? ആംബുലൻസോ? ആര് പറഞ്ഞു? മാഡം, ഹോസ്പിറ്റലിൽ നിന്നാ കോള്. ഹലോ. വാട്ട്? എന്താ മോളെ ഭാർഗവി, എന്തു പറ്റി? അച്ഛാ, വീട്ടിലേക്ക് ആംബുലൻസ് വിട്ടിട്ടുണ്ടെന്ന്. ആർക്ക് വേണ്ടിയാണെന്ന് ചോദിച്ചപ്പോ റാമിന് വേണ്ടിയാണെന്ന് പറഞ്ഞു. നമ്മുടെ റാമിന് വേണ്ടിയാ? ഒന്ന് ചോദിക്കുമ്പോൾ എന്താ പറ്റിയെന്ന്. അച്ഛാ, അച്ഛൻ ടെൻഷൻ അടിക്കാതെ ഞാൻ ചോദിച്ചോളാം അവരോട് എന്താന്ന്. നമ്മുടെ റാമിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാ ഞാൻ പിന്നെ ഉണ്ടാവില്ല മോളെ. അച്ഛാ, അച്ഛൻ എന്തിനെങ്ങനെ ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിക്കുന്നത്? അച്ഛൻ വെറുതെ ടെൻഷൻ അടിക്കാതെ ഒന്ന് റിലാക്സ് ചെയ്തേ. വിശ്വാ, വിശ്വാ, എന്റെ കാര്യം ഇട്ടേക്ക്. നീ ഒന്ന് ഫോൺ ചെയ്യേ. എന്താ പറ്റിയെന്ന് ചോദിക്കുക. എന്താ പറ്റിയേ? വിശ്വ, അച്ഛനെ ഒന്ന് റൂമിലേക്ക് കൊണ്ടുപോയേ. അച്ഛനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. റാം എവിടെയാണെങ്കിലും വീട്ടിലേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം എനിക്കാ. നിങ്ങൾ ആദ്യം അച്ഛനെ റൂമിലേക്ക് കൊണ്ടുപോകും. ഇവളുടെ കണ്ണില് ഭയത്തേക്കാൾ കൂടുതൽ പ്രതീക്ഷയാണല്ലോ ഉള്ളത്. ഹേയ്, ഇങ്ങനെ വെറുതെ മുഖത്ത് നോക്കി നിൽക്കാതെ അച്ഛനെ വേഗം റൂമിൽ കൊണ്ടുവന്ന് നോക്ക്. അയ്യോ, റാമിനെ കാണാത്ത ടെൻഷനിലാണോ?
അവനൊന്നും പറ്റിക്കാനില്ല, അവൻ എവിടെയെങ്കിലും കാണും. അച്ഛൻ ടെൻഷൻ അടിക്കാതെ വന്നേ. ഭാർഗവി, വേഗം ഒന്ന് അന്വേഷിച്ചിട്ട് എന്നോട് വിവരം പറയണേ. വാ വാ വാ, വേഗം വാ, ഇങ്ങോട്ട് വന്നേ. വാ അച്ഛാ. ഒന്ന് റെസ്റ്റ് എടുക്ക്, വാ. ഇത്ര ചെറിയ കാര്യത്തിനൊക്കെ എന്തിനാ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്? ആംബുലൻസ് ഒന്നും വേണ്ടറാ. നിന്റെ പേടിയൊക്കെ കാണുമ്പോ. ഇതുപോലെയുള്ള കാര്യങ്ങൾ നെഗ്ലക്ട് ചെയ്യാൻ പാടില്ല പ്ലീസ്. റാം, ഞാൻ നെഗ്ലക്ട് ചെയ്യുന്നതല്ല, ഇതൊരു സാധാരണ പനിയാണെന്നേ. ഇത് അങ്ങനെ ഒരു നോർമൽ ഫീവർ അല്ല. നേരം വെളുത്തപ്പോ തൊട്ട് ഒരേ കിടപ്പ് കിടന്നതിന്റെ ഇത്. കുറച്ചു നേരം കൂടി റെസ്റ്റ് എടുത്താൽ ഇത് ശരിയായിക്കോളും. നീയും വെറുതെ വന്ന് കുറെ ബുദ്ധിമുട്ടി. എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല സീത, പ്ലീസ് റിലാക്സ്. ആംബുലൻസ് പ്ലീസ് ക്യാൻസൽ ചെയ്യറാം. ആംബുലൻസ് അപ്പാർട്ട്മെന്റിലേക്ക് വന്ന എല്ലാവർക്കും ഭയങ്കര പേടിയാവും. വിളിക്കണം. ഫൈൻ, തരൂ. നീ ഇതെന്തിനീ കരയുന്നേ? നിനക്കൊന്നും പറ്റില്ല സീതമ്മ. നിന്റെ സീതമ്മ നല്ല സ്ട്രോങ്. നാളെ ആവുമ്പോഴത്തേക്ക് എല്ലാം ശരിയാവും. അഥവാ ശരിയായില്ലെങ്കിലോ? എന്തിനാ അങ്ങനൊക്കെ പറയുന്നേ? പ്രാക്ടിക്കലായിട്ട് ചിന്തിക്ക്. ഇനി പനിയെങ്ങാനും കൂടിയാൽ തനിക്കിത് നാളെ ബുദ്ധിമുട്ടാവില്ലേ? ഇറ്റ്സ് ഫൈൻ, ആംബുലൻസ് ക്യാൻസൽ ചെയ്യാം. പക്ഷേ ഒരു ഡോക്ടറെ പോയി കാണുന്ന ബെറ്റർ ഐഡിയ അല്ലേ? തനിക്കിത് സാധാരണ പനിയായിരിക്കും, പക്ഷെ പലതരത്തിലുള്ള പനികളാണ് ഇവിടെ ഉള്ളത്. തനിക്ക് ആരോഗ്യം ഉണ്ടെങ്കിലേ സിഹിയെ നോക്കാൻ കഴിയുള്ളൂ. സോ പ്ലീസ് നെഗ്ലക്ട് ചെയ്യരുത്. സീതമ്മ, ഹോസ്പിറ്റലിലേക്ക് പോകാം. ഫ്രണ്ട്, ചോദിക്കാനും പറയാനൊന്നുമില്ല. വാ, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാ. എനിക്ക് അച്ഛൻ വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ അച്ഛനൊന്ന് റിലാക്സ് ആയേ പ്ലീസ്. അപ്പൊ ഇനി എവിടെയാണെങ്കിലും അവനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന കാര്യം ഞാൻ ഏറ്റു. അച്ഛാ, എങ്ങനെയാ? അവൻ ഫോൺ എടുക്കുന്നില്ല, എവിടെയാണെന്നും അറിയില്ല. അച്ഛൻ എന്നെ വിശ്വാസം ഉണ്ടോ ഇല്ലയോ? ഇല്ലെന്ന് പറഞ്ഞ അതെന്റെ ജീവൻ പോകുന്നതിന് തുല്യ. അച്ഛാ, അച്ഛൻ എന്തൊക്കെയാ അച്ഛാ ഇങ്ങനെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പോനും എന്തെങ്കിലും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കോ അച്ഛാ? സിദ്ധയ്യ, അപ്പു വീട്ടിലെത്തുന്നവരെ നിങ്ങൾ അച്ഛന്റെ അടുത്ത് നിന്ന് മാറരുത്, കേട്ടല്ലോ? അച്ഛനെ ഡിസ്റ്റർബ് ചെയ്യാൻ ഞാനും ഈ റൂമിലേക്ക് വരുന്നില്ല. ഞാനൊന്ന് കമ്മീഷണറെ വിളിച്ചു നോക്കട്ടെ. അച്ഛനൊന്ന് റിലാക്സ് ആവച്ചാ പ്ലീസ്. മോള് പേടിക്കാണ്ടിരിക്കുന്ന ഞാൻ നോക്കിക്കോളാം. ഈ വീട്ടിലെല്ലാരും നിന്നെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ നന്മ കൊണ്ടാ, ബുദ്ധിയില്ലാത്തതാന്ന് കരുതരുത്. നല്ലവർക്ക് ബുദ്ധി ഇല്ലാതിരിക്കുന്നതാ അവർക്ക് നല്ലത്. രാമൻ എന്തെങ്കിലും സംഭവിച്ചാ? ഏയ്, നിന്റെ കൈയെടുത്ത് മാറ്റ്. എന്നോട് നീ വിരല് ചൂണ്ടി സംസാരിക്കുന്നോ? ഈ വീട്ടിലുള്ളവർ നിന്റെ അധികാരത്തിൽ ഓച്ചാനിച്ച് നിൽക്കുന്നുണ്ടായിരിക്കും, പക്ഷെ ഞാൻ നീ പറയുന്നത് ഇവിടെ ആര് കേൾക്കാനാടാ? അങ്ങനാക്കി വെച്ചേക്കാണല്ലോ എല്ലാവരുടെയും മുമ്പേ. നീ ഇതുപോലെ നിന്ന് നാടകം കളിച്ചിട്ടും സത്യം എന്താണെന്ന് ഞാൻ ഇങ്ങോട്ട് വാടോ. എന്താണ് നിനക്ക്? സത്യം നിനക്ക് നിന്റെ തന്തയോട് പറയണോടാ? പോടാ, നീ ഒന്ന് പോയി പറഞ്ഞു നോക്ക്. അങ്ങനെ എന്തേലും പറഞ്ഞാല് നിന്റെ തന്ത ഈ വീട്ടില് അല്ല, ഈ പ്രപഞ്ചത്തില് പോലും കാണില്ല. ഇപ്പൊ തന്നെ BP അധികമായിട്ട് അങ്ങേര് അവിടെ കിടന്ന് പൊടയുന്നു. ഇനി ഒരു അല്പം ടെൻഷൻ കൂടി ഞാൻ അങ്ങേർക്ക് കൊടുത്താലുണ്ടല്ലോ, അങ്ങേര് തന്നെത്താനെ. ഏയ്, നിന്നെ പോലൊരു വിഷവിത്തിനെ വീട്ടിൽ വെച്ചോണ്ടിരുന്നാൽ ഇതിനേക്കാളും അപ്പുറം സംഭവിക്കും.
റാം എവിടെയാണെന്ന് നിനക്കറിയാമെന്നുള്ള കാര്യം എനിക്കറിയാം, പക്ഷേ നീ അത് സമ്മതിക്കില്ല. നീ കഷ്ടപ്പെട്ട് തെരഞ്ഞ് കണ്ടെത്തി എന്റെ അച്ഛന്റെ മുമ്പിൽ കൊണ്ട് നിർത്തി നല്ലവളെന്ന പേര് സമ്പാദിക്കണം. ആങ്ങളെ ചത്താലും കുഴപ്പമില്ല, നാത്തൂന്റെ കണ്ണിലെ കണ്ണീര് കണ്ടാ മതിയെന്ന് നിന്നെ പോലുള്ളവരെ കുറിച്ചാ പറഞ്ഞിരിക്കുന്നത്. സത്യ, ആ രാമൻ എവിടെയാണെന്നുള്ളത് എനിക്കറിയില്ല. സാധന, സാധന, ചേച്ചി നിന്റെ കെട്ടിയോനെ റൂമിലേക്ക് കൊണ്ടുപോ. ഇന്നെന്തോ കൂടുതൽ കുടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. വിടാനല്ലേ പറഞ്ഞേ? ഞാനേ അങ്ങനെ മറ്റുള്ളവരെ പോലെ ആടില്ല. ഞാനേ സ്റ്റഡിയാ. ഹലോ അശോക്, പറയൂ. റാം എവിടെ? അവൻ ഇതുവരെ വീട്ടിലെത്താത്തോണ്ട് അച്ഛൻ ടെൻഷൻ അടിച്ചിരിക്കുക. എന്നോട് എന്തിനാ ചോദിക്കുന്നത്? റാം എവിടെയാണ്, എന്താ ചെയ്യുന്നത് എന്ന് എന്നെക്കാട്ടിലും നന്നായി നിങ്ങൾക്കല്ലേ അറിയുന്നേ മേമ. സോറി മേമ എന്ന് വിളിച്ചതിന്. അശോക് കട്ട് ദ ക്രാപ്പ്. നീ നിന്റെ തമാശ നിർത്ത്. റാം എവിടെയാണെന്നുള്ളത് നിനക്ക് നന്നായിട്ട് അറിയാം. അവനിപ്പോ ഓഫീസിലുമില്ല, ഇപ്പൊ വീട്ടിലും എത്തിയിട്ടില്ല. ഓഫീസിലും ഇല്ലേ? സോറി, ഞാൻ പറയാൻ വിട്ടതാ. അവൻ വീട്ടിലെത്താൻ ഇത്തിരി വൈകും. ഇത് പറയാനാണോ നീ ഇത്ര നേരം ചുറ്റി വളഞ്ഞ് സംസാരിച്ചത്? സോറി ബട്ട് ഡോണ്ട് വറി, അവൻ ലേറ്റ് ആയിട്ടേ എത്തൂ. അവൻ ഓഫീസിലും ഇല്ല, വീട്ടിലേക്കും പോയില്ലെന്ന് പറയുമ്പോൾ രണ്ടാളൂടെ ചേർന്ന് ഒരു വിധത്തിൽ എന്നെ പേഷ്യന്റ് ആക്കി മാറ്റില്ലേ? ഒരു വിധത്തിൽ ഇഷ്ടമില്ലാഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയില്ലേ? ഞാൻ ഇതുവരെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടേ ഇല്ല. അതൊരു ലക്ഷറി ഹോട്ടൽ പോലെ ഉണ്ടായിരുന്നു. അതും ആ ടാബ്ലറ്റിന്റെ സ്മെല്ലൊക്കെ എനിക്കെന്തോ പോലെയുണ്ട്. പിന്നെ അവിടെയുള്ള എല്ലാ ടെസ്റ്റും ചെയ്യിച്ച് പൈസ മൊത്തം തീർത്തു. ഒരു ചെറിയ പനി വന്നതിന് ഇത്രയൊക്കെ ടെസ്റ്റ് ഉണ്ടോ? ആരോടെങ്കിലും പറഞ്ഞാ അവരത് ചിരിച്ചു തള്ളു. ചിരിക്കടന്നേ. എപ്പോഴും ബലം പിടിച്ചിരിക്കുന്ന മനുഷ്യര് നമ്മൾ കാരണം ചിരിക്കുന്നത് നല്ല കാര്യമല്ലേ? റാം, താൻ അധികം സംസാരിക്കണ്ട, ടയേർഡാവും. സീതമ്മ, നീ ഇനി ഇങ്ങനെ ശ്വാസം എടുത്തോ. എന്തിനാ? നിനക്ക് ടാബ്ലറ്റിന്റെ സ്മെല്ല് ഇഷ്ടമല്ലല്ലോ, അപ്പൊ വീടിന്റെ സ്മെല്ല് പിടിച്ചോ. ഈ സ്മൈൽ മെയിൻറ്റെയിൻ ചെയ്ത് രണ്ടുപേരും ആഹാരം കഴിച്ച് സമാധാനമായിരിക്കും. നാളെ രാവിലെ എല്ലാം ശരിയായിക്കോളും. ഫ്രണ്ട്, ഞാനും സീതമ്മയും നീയും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കിടന്നാലോ? ഇന്ന് നീ ഞങ്ങളുടെ കൂടെയല്ലേ നിൽക്കുന്നേ? നോ ഫ്രണ്ട്, എനിക്ക് പോണം. യു സ്ലീപ്പ്, ഓക്കെ? ഗുഡ് നൈറ്റ്. എന്താ ഫ്രണ്ട്, നീ ഇവിടെ കിടന്നോ? സിഹി, അവന്റെ വീട്ടിലേക്ക് പോകണ്ടേ? ലേറ്റ് ആവുന്നില്ലേ? പ്ലീസ് ഫ്രണ്ട്, കുറച്ചു നേരം കൂടെ നിൽക്കാമോ? പ്ലീസ്. സിഹി, വെറുതെ വാശി പിടിക്കല്ലേ. എന്താ സീതമ്മ, ഫ്രണ്ട് ഇവിടെ നിൽക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലേ? അങ്ങനെയല്ല മോളെ, അവൻ രാവിലെ തൊട്ട് ഇവിടെ തന്നെ അല്ലേ. അവന് വേറെ ജോലി തിരക്കുണ്ടാവില്ലേ? റാം, താങ്ക് യു നീ വന്നതിന്. നീ വന്നില്ലായിരുന്നെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടേനെ. ഞാൻ ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഞാനും കുറെ ബുദ്ധിമുട്ടിയേനെ. അത്രയും ടെസ്റ്റ് ഒക്കെ ചെയ്തതല്ലേ? എത്രയായി? ഇനിയിപ്പൊ അതൊക്കെ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? തിരിച്ചു തരണ്ടേ? ഒന്നും വേണ്ട. ഇല്ല, ഞാനതിന് സമ്മതിക്കില്ല. ചുമ്മാ എന്തിനാ നീ ചെലവാക്കുന്നത്?
ദാ പിടിക്ക്. എത്രയാന്ന് വെച്ച് എഴുതിയെടുത്തിട്ട് ബാങ്കിൽ കൊടുത്താൽ മതി. എന്താ ഇത്? താൻ ബ്ലാങ്ക് ചെക്ക് തരുന്നോ? പിന്നെ നീ എത്രയായെന്ന് എന്നോട് പറയുന്നില്ലല്ലോ. ഞാൻ ഇനി എങ്ങാനും കൂടുതൽ എമൗണ്ട് എഴുതിയാലോ? നീ അത് ചെയ്യില്ലല്ലോ. എങ്ങനെ അറിയാം? ഈ സീതയ്ക്ക് രാമനെ അറിയാതിരിക്കോ? ഏതു സ്നേഹമന്ത്രമാകും പാട്ടുമൂളി വന്നു നീ സീതാരാമ ഓ സീതാരാമ. പക്ഷെ സാലറി വന്നിട്ട് മതി കേട്ടോ പ്ലീസ്. അല്ല, വേണ്ടാന്ന് പറയരുത്. നീ ഇത് വാങ്ങിയില്ലെങ്കിൽ പിന്നെ ഞാൻ വേറൊരു സഹായം നിന്റെ അടുത്തൊന്നും വാങ്ങില്ല. ഇതാ, ഇതെന്താ ഇത്? എനിക്കും നീ ഒരുപാട് ഹെൽപ്പ് ചെയ്യും, ഓരോന്ന് മേടിച്ചോണ്ട് വരും. നീ ഇത് ബാങ്കിൽ കാണിച്ചു. ഈ ലോകത്ത് എത്ര ബാങ്ക് ഉണ്ടെങ്കിലും അവർ എത്രയൊക്കെ എമൗണ്ട് തന്നാലും എന്റെ ഈ ഫ്രണ്ട് തന്ന ഈ ചെക്കിന് തുല്യമാവില്ല. ദ മോസ്റ്റ് എക്സ്പെൻസീവ് ചെക്ക്. ആണോ ഫ്രണ്ട്? സീത, ഞാൻ ഇറങ്ങട്ടെ. മരുന്നെല്ലാം കഴിക്കണം കേട്ടോ. ടേക്ക് കെയർ. ഓക്കെ? ഓക്കെ, ഗുഡ് നൈറ്റ്. ആക്ച്വലി ഒരുപാട് ലേറ്റായി. ഇത്രയും നേരം എന്നെ കണ്ടില്ലെങ്കിൽ എന്റെ മുത്തശ്ശൻ ടെൻഷൻ അടിച്ചുകൊണ്ടേയിരിക്കും. മുത്തശ്ശനോ? നിങ്ങൾക്കൊരു മുത്തശ്ശൻ കൂടിയുണ്ടോ? മുത്തശ്ശൻ എന്ന് പറഞ്ഞേ? അയ്യോ, മുത്തശ്ശൻ എന്ന് പറഞ്ഞ വീടിന്റെ ഓണർ അപ്പൂപ്പൻ. രാത്രി എന്നോട് എപ്പോഴും ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് പുള്ളി ഉറങ്ങും. ഞാനെങ്ങാനും ലേറ്റ് ആയാൽ ആള് വെറുതെ ടെൻഷൻ അടിക്കും. ഫ്രണ്ട്, പോകുന്നതിന് മുമ്പ് എനിക്കൊരു കഥ പറഞ്ഞു തരാമോ? വല്ലാത്തൊരു കഥയായല്ലോ. അവൻ ലേറ്റ് ആയിന്ന് പറഞ്ഞതല്ലേ? ഫ്രണ്ട്, ഒരേ ഒരു കുട്ടി കഥ. ശരി, സ്മോൾ സ്റ്റോറി ആയാലോ? റാം, നീ പോവാൻ നോക്ക്. ഇറ്റ്സ് ഓക്കെ. വാ. ശരി, ഞാൻ നിനക്ക് ഒരു രാജകുമാരിയുടെ കഥ പറഞ്ഞുതരാം. ആ രാജകുമാരിയുടെ പേര് സിഹി എന്ന. മനസ്സിലായോ? ഒരു ദിവസം ആ രാജകുമാരി കേക്ക് വാങ്ങാൻ വേണ്ടി ബേക്കറിലേക്ക് പോയി. അയ്യോ ഫ്രണ്ട്, ആ സിഹിക്ക് ഡയബറ്റീസ് ഉണ്ട്. ഓ സോറി, ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി മാർക്കറ്റിലേക്ക് പോയി. പക്ഷേ ആ രാജകുമാരിക്ക് ബൈ മിസ്റ്റേക്ക് അവിടുന്ന് വഴിതെറ്റിപ്പോയി. എന്നിട്ട് അപ്പോ വഴി അറിയാതെ അലഞ്ഞു തിരിഞ്ഞ രാജകുമാരിക്ക് പെട്ടെന്ന് വിശക്കാൻ തുടങ്ങി.
അവളെന്റെ കഥ കേട്ട് ബോറടിച്ച് ഉറങ്ങിപ്പോയതാവും. അവൾക്ക് നല്ല സമാധാനമുള്ളപ്പോഴും പിന്നെ സന്തോഷമുള്ളപ്പോഴും മാത്രം ഇങ്ങനെ കിടന്നുറങ്ങാറ്. ആണോ? ശരിക്കും ഒരു രാജകുമാരി അവള്. നീ അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലോ. ഞാൻ കൊണ്ടുപോയി കിടത്തട്ടെ. ഈ രാജകുമാരിയെ പരിചരിക്കാൻ എനിക്കൊരു അവസരം എന്താ?